അനിശ്ചിതത്വങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ദില്ലി കേരള ഹൗസിൽ ബീഫ് വിളമ്പി തുടങ്ങി. ബീഫ് കഴിക്കാനായി വൻ തിരക്കാണ് കേരള ഹൗസിൽ അനുഭവപ്പെട്ടത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കം നിരവധി പേർ ക്യാൻറ്റീനിലെത്തി ബീഫ് കഴിച്ചു. അതിനിടെ കേരള ഹൗസിൽ പശുവിറച്ചി വിൽക്കുന്നുവെന്ന് വ്യാജ പരാതി നൽകിയ വിഷ്ണു ഗുപ്തയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭക്ഷണത്തിലേക്കുള്ള വർഗീയ കടന്നുകയറ്റത്തിനെതിരെയുള്ള പ്രതിരോധമാണ് കേരള ഹൗസിൽ ഇന്ന് കണ്ടത്. കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് നടത്തിയ പരിശോധനയെ തുടർന്ന് നിർത്തിവച്ച ബീഫ് വിഭവങ്ങൾ വീണ്ടും കേരള ഹൗസിൽ നൽകി തുടങ്ങി. നൂറുകണക്കിന് പേർ ബീഫ് കഴിക്കാനായി മാത്രമെത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പശ്ചിമബംഗാളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമൊത്താണ് ക്യാൻറ്റീനിലെത്തി ബീഫ് കൂട്ടി ഉച്ചയൂണ് കഴിച്ചത്. അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇഷ്ടവിഭവം തിരികെ കിട്ടിയ ആഹ്ലാദത്തിലായിരുന്നു ഭക്ഷണം കഴിക്കാനെത്തിയ എല്ലാവരും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഫാസിസം ഉണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. കഴിക്കുന്നതിന് വേണ്ടിയല്ല, ഈ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് എല്ലാവരും ഇന്നിപ്പോൾ വന്ന് ബീഫ് കഴിച്ച് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. തിരക്ക് പ്രതീക്ഷിച്ചതിനാൽ ക്യാൻറ്റീൻ അധികൃതർ പതിവിൽ കൂടുതൽ ബീഫാണ് ഇത്തവണ പാകം ചെയ്തത്. പക്ഷെ തിരക്ക് കാരണം ഉച്ചയൂണ് നൽകി തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ബീഫ് തീർന്നു. പക്ഷെ പിന്നീട് വന്നവർ ആവശ്യപ്പെട്ടത് കാരണം രണ്ടാമതും ബീഫ് പാകം ചെയ്യുകയായിരുന്നു. ബീഫ് നല്ല ഉഷാറായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. ഇഷ്ടംപോലെ ആൾക്കാർ കഴിച്ചു. ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് വെച്ചോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് തീർന്നു. സാധാരണ എല്ലാ ദിവസത്തിനേക്കാളും കൂടുതലായിരുന്നു ഇന്ന്. ഭക്ഷണത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ചെറുത്തു തോൽപ്പിച്ച ആഹ്ലാദത്തിലാണ് ഡൽഹിയിലെ മലയാളികൾ. ഡൽഹി കേരള ഹൗസ് ക്യാൻറ്റീനിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ബീഫ് വിവാദത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വൈകി വന്ന വിവേകം. ദില്ലി കേരള ഹൗസ് റെയ്ഡിൽ ദില്ലി പോലീസിന്റെ നിലപാട് പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്ന് മുഖ്യമന്ത്രി. നിലപാടിൽ ഉറച്ചു നിന്നാൽ ദില്ലി പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹൗസിലെ ബീഫ് റെയ്ഡിൽ സംസ്ഥാന സർക്കാർ പ്രതികരിക്കാൻ വളരെ വൈകിയോ എന്ന ചോദ്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നു. അതിനോടുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. അവർ പറയുന്ന ഭാഷ എനിക്ക് പ്രതികരിക്കുന്നതിന് എൻ്റെതായ ഇതുണ്ട്. ദില്ലി പോലീസിന്റെ റെയ്ഡ് മുൻകൂർ അനുമതി ഇല്ലാതെയാണ്. നിയമപ്രകാരം വെറ്റിനറി ഡയറക്ടർക്ക് മാത്രമേ റെയ്ഡ് നടത്താൻ അധികാരമുള്ളൂ. അധികാരപരിധി ലംഘിച്ച ദില്ലി പോലീസ് മാപ്പ് പറഞ്ഞാൽ നിയമ നടപടി ഒഴിവാക്കാമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷെ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ അതിനോടൊരു വിശാല മനോഭാവം കാട്ടാൻ കേരളം തയ്യാറാകും. പക്ഷേ ന്യായീകരിക്കുകയാണെങ്കിൽ സംസ്ഥാനം ഇതിനെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോയിരിക്കും. മലയാളിയായ VHP നേതാവ് പ്രതീഷ് വിശ്വനാഥൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത തെറ്റായ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ദില്ലി പോലീസിന്റെ നടപടിയെ വിമർശിച്ച് KPCC അധ്യക്ഷൻ VM സുധീരനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. റെയ്ഡിനെ തുടർന്ന് ഇന്നലെ കേരള ഹൗസിൽ പോത്തിറച്ചി വിളമ്പാത്തതെന്തെന്ന് മറുപടി നൽകാതെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ഹൗസിൽ പശുവിറച്ചി വിറ്റാൽ റെയ്ഡല്ല, അതിലപ്പുറവും നടക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ പറഞ്ഞു. ഡൽഹിയിലെ നിയമമാണ് ബാധകം. കേരളത്തിലെ നിയമം ഡൽഹിയിൽ ബാധകമാക്കണം എന്ന് പറയാൻ ഈ കേരള ഹൗസ് നയതന്ത്ര കാര്യാലയമല്ല. അങ്ങനെ ചില CPM നേതാക്കന്മാർ പറയുന്നത് അത് MP-മാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ. കേരള ഹൗസിൽ മലയാളി കൂട്ടായ്മ മനുഷ്യചങ്ങല തീർക്കുന്നു. ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനെതിരായാണ് ദില്ലി മലയാളികൾ മനുഷ്യചങ്ങല തീർക്കുന്നത്. വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, വിവരങ്ങൾ. ജൂലി, ഇപ്പോൾ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഇത്തരത്തിലുള്ള കടന്നുകയറ്റത്തിനെതിരെ ദില്ലിയിലെ മലയാളി കൂട്ടായ്മ ഒന്നടങ്കം ഇപ്പോൾ കേരള ഹൗസിന് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധമുയർത്തുകയാണ്. ഇതിൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കടുത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധേയമായത് പിഞ്ചു കുട്ടികളടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നതാണ്. കുട്ടികളടക്കം ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. വിവിധ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം സ്ഥലത്ത് സന്നിഹിതരാണ്. ഇക്കാര്യത്തിൽ കേരള ഹൗസിൽ ദില്ലി പോലീസ് അടക്കം അതിക്രമിച്ചു കയറിയ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെടണമെന്ന് പോലും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയൊരു ജനസമൂഹം തന്നെയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ദില്ലിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഒന്നടങ്കം
സ്ഥലത്ത് സന്നിഹിതരാണ്. ഇവർ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് കേരള ഹൗസിൽ നടത്തിയ ഈ അതിക്രമങ്ങൾ അനുവദിക്കാനാകില്ലെന്നും നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കടുത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂലി, കേരള ഹൗസിൽ മലയാളി കൂട്ടായ്മ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്. കേരള ഹൗസിൽ ബീഫിന്റെ പേരിൽ പശുവിറച്ചി വിൽക്കുന്നെന്ന് പോലീസിൽ പരാതിപ്പെട്ട പ്രതീഷ് വിശ്വനാഥൻ വെള്ളാപ്പള്ളി മോഡി കൂട്ടുകെട്ടിന്റെ ഇടനിലക്കാരൻ. ഹിന്ദുസേന പ്രവർത്തകൻ പ്രതീഷ് വിശ്വനാഥൻ വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത വിശ്വസ്തൻ എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തായി. കേരള ഹൗസിലെ ക്യാന്റീനിൽ ബീഫിന്റെ പേരിൽ പശുവിറച്ചി വിളമ്പിയെന്നാരോപിച്ച് പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത് ഹിന്ദുസേന പ്രവർത്തകൻ പ്രതീഷ് വിശ്വനാഥനായിരുന്നു. ദില്ലിയിലെത്തിയ വെള്ളാപ്പള്ളി നടേശന് അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതും ഈ പ്രതീഷ് വിശ്വനാഥനാണ്. BJP അധ്യക്ഷൻ അമിത്ഷായും വെള്ളാപ്പള്ളി നടേശനുമായുള്ള ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത RSS ആശയപ്രചാരകൻ ഗുരുമൂർത്തിയുമായുള്ള പ്രതീഷിന്റെ അടുപ്പമായിരുന്നു വെള്ളാപ്പള്ളിയെ BJPയിലേക്ക് അടുപ്പിക്കുന്നതിന് കളമൊരുക്കിയത്. അന്നെടുത്ത ചിത്രങ്ങളിലും ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. വെള്ളാപ്പള്ളിയുടെ അടുത്ത വിശ്വസ്തനാണ് പ്രതീഷ് വിശ്വനാഥൻ. സമത്വ മുന്നേറ്റ യാത്ര എന്ന പേരിൽ വെള്ളാപ്പള്ളി നടേശൻ പദ്ധതിയിട്ട ജാഥയ്ക്ക് പ്രചാരണം നൽകുന്നതും പ്രതീഷാണ്. VHP നേതാവ് പ്രവീൺ തൊഗാഡിയ പ്രതീഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ 1 വർഷം മുമ്പ് കേരളത്തിലെത്തിയിരുന്നു. VHP ഹിന്ദു ഹെൽപ്പ് ലൈൻ മുഖ്യ പ്രചാരകനാണ് പ്രതീഷ് ഇപ്പോൾ. അതേസമയം രാജ്യമൊട്ടാകെ ഉയർന്ന കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേരള ഹൗസിൽ ബീഫ് കറി നൽകി തുടങ്ങി. കേരള ഹൗസിൽ ദില്ലി പോലീസ് കടന്നുകയറ്റം നടത്തിയതിനെ തുടർന്ന് റെസിഡന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ബീഫ് വിതരണം നിർത്തലാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. ഡിസംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന പാർട്ടി പ്ലീനത്തിൽ വെക്കേണ്ട രേഖകളുടെ കരട് യോഗം തയ്യാറാക്കും. നിലവിലെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പോളിറ്റ് ബ്യൂറോ വിലയിരുത്തും. കേരള ഹൗസ് സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി അമിത്ഷാ കൂട്ടുകെട്ടിന് ഇടനിലക്കാരനായ പ്രതീഷ് വിശ്വനാഥനാണ് അക്രമങ്ങൾക്ക് പിന്നിലെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ PB യോഗമാണ് പുരോഗമിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഡിസംബറിൽ കൽക്കത്തയിൽ ചേരുന്ന പാർട്ടി പ്ലീനത്തിൽ വെക്കേണ്ട രേഖകളുടെ കരടിനും PB യോഗം അന്തിമ രൂപം നൽകും. ഇതിനു മുമ്പ് ചേർന്ന CPIM PB യോഗത്തിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും സംഘടനാ സ്ഥിതിവിശേഷങ്ങൾ സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 30 വർഷത്തെ പാർട്ടി സംഘടനാ നിലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേരുന്ന പ്ലീനത്തിൽ വെക്കേണ്ട 3 രേഖകൾ ഇന്ന് PB ചർച്ച ചെയ്യും. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പ്രധാന ചർച്ചാ വിഷയമാണ്. PB യോഗത്തിനു മുമ്പ് മാധ്യമപ്രവർത്തകർ കണ്ട CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരള ഹൗസിന് നേരെ നടന്ന അതിക്രമത്തെ അപലപിച്ചു. ഉന്നതതല അന്വേഷണം വേണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. This has the complete patronization of this Modi government and there should be a high level magisterial inquiry and action should be taken against the people who have conducted this sort of a raid in the Kerala House. വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായ പ്രതീഷ് വിശ്വനാഥനാണ് കേരള ഹൗസ് അതിക്രമത്തിന് പിന്നിലെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രതീഷ് വിശ്വനാഥന്റെ ഇടപെടൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പശുവിറച്ചി കഴിക്കുന്ന ആളാണ്, ബീഫ് കഴിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് അദ്ദേഹം യോജിക്കുന്നുണ്ടോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വർഗീയ ശക്തികളുടെ കടന്നാക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച മുസ്ലിം പണ്ഡിത സംഗമത്തിന്റെ പ്രമേയം ഫാസിസ്റ്റ് ശക്തികളുടെ അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ മതേതര ജനാധിപത്യം ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രമേയം. പശുവിറച്ചിയുടെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നത് പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണെന്നും സംഘപരിവാർ നേതാക്കളെ നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. കേരള ഖത്തീബ്സ് ആൻഡ് ഗാസി ഫോറം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പണ്ഡിത സംഗമത്തിലാണ് പ്രമേയം പാസാക്കിയത്. മതന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം പകരാനും പ്രധാനമന്ത്രി ഇടപെടണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ ആര് നയിക്കുമെന്ന സി ദിവാകരന്റെ പ്രസ്താവന അനവസരത്തിലാണെന്നും അത് പാർട്ടിയുടെ നിലപാടല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അത്തരത്തിലുള്ള ചർച്ചയുടെ ഔചിത്യം തീരുമാനിക്കേണ്ടത് സി ദിവാകരനാണെന്നും കാനം പ്രതികരിച്ചു. 16 മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കും എന്നൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അത് അനവസരത്തിലാണ്. ആ ചർച്ച അനൗചിത്യമാണ്. അതാണ് ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് പറഞ്ഞത്. പിന്നെ വ്യക്തിപരമായി അത്തരം അഭിപ്രായം പറയുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അദ്ദേഹം തന്നെ. തെരഞ്ഞെടുപ്പിന് ശേഷവും വീരേന്ദ്രകുമാറും ജനതാദൾ യുണൈറ്റഡും UDFനൊപ്പം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പൂർണ്ണ സംതൃപ്തിയോടെ ആർക്കും ഒരു മുന്നണിയിലും നിൽക്കാനാവില്ല. മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ വീരേന്ദ്രകുമാർ വിട്ടുവീഴ്ച ചെയ്യണമെന്നും ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു. മുന്നണിയാകുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു പാർട്ടിയുടെ എല്ലാ താല്പര്യങ്ങളും ഒരു മുന്നണിയിൽ സംരക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട്
അഭിപ്രായ വ്യത്യാസങ്ങളോ അസംതൃപ്തിയോ കാണും. പക്ഷേ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ പരസ്പര വിട്ടുവീഴ്ചകൾ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ് ഒരു മുന്നണിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതെനിക്കറിയില്ല. ഏതായാലും UDF ശ്രീ വീരേന്ദ്രകുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും UDF തന്നെ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവ് കാരണം മാധ്യമപ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ പത്രപ്രവർത്തകർ ആരോഗ്യവകുപ്പ് ഡയറക്ടറിലേക്ക് വായ് മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും പത്രപ്രവർത്തക യൂണിയനും സംയുക്തമായാണ് പ്രകടനം നടത്തിയത്. അത്യാസന്ന നിലയിൽ ഇന്നലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മാതൃഭൂമി ന്യൂസിലെ ക്യാമറാമാൻ റെജിമോനാണ് ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം മരിച്ചത്. റെജിമോന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർ ആയിഷയെ ഇന്നലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു.